പ്രിയപ്പെട്ടവരെ, ഗോപ പട്ടിക്കാടാണ്. ഞാനിപ്പോ നിൽക്കുന്നതേ ദുബായ്ക്ക് അടുത്ത് ദേരയിലാണ്. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, മിമിക്രി ആർട്ടിസ്റ്റ് കിളിമാനൂർ രാജേഷ്. ആളെന്ന് പരിചയപ്പെടുത്താനാണ്. രാജേഷ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല തന്നെ. കിളിമാനൂരാണ് അല്ലേ? അതെ, കിളിമാനൂരാണ്. ഞാനിങ്ങനെ അറിഞ്ഞേ കുറച്ച് നടന്മാരുടെയൊക്കെ ശബ്ദം അനുകരിക്കുന്നു. അതെ അതെ, ചെറുതായിട്ടൊക്കെ ചെയ്യും. നമുക്ക് നരേന്ദ്രപ്രസാദിനെ ഒന്ന് പറഞ്ഞു നോക്കാം. 16 കൊല്ലം മുമ്പ് നെറ്റ് പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴുമണ്ണ് വാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. ആ പ്രതിജ്ഞ മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറങ്ങ് മുതിച്ചിട്ടില്ലല്ലോ. പൊയ്ക്കൊള്ളുക, ആയുഷിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഞാൻ പറക്കും, പറക്കും. നിങ്ങളോ? അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ പ്രാവശ്യത്തെ അതിഥിയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ രാജേഷ്. അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. ചെയ്തു നോക്കാം. വരണം മിസ്റ്റർ ഇന്ദിച്ചൂടൻ, ഞാൻ തന്നെ കാത്തിരിക്കായിരുന്നു. കുറെ കാലമാടാ എന്റെ കയ്യും കാലും ഒക്കെ ഒന്ന് അനക്കിയിട്ട്. നീയാണ് എന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിച്ചതെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞാൻ നിന്നെ ഓങ്ങി വെച്ചേക്കായിരുന്നു. ഇന്നാ എനിക്ക് നിന്നെ കിട്ടിയത്. അപ്പൊ അങ്ങ് തുടങ്ങിയാലോ? നാട്ടിലെവിടെയാ? നാട്ടില് തിരുവനന്തപുരം ജില്ലയില് കിളിമാനൂര് കറക്റ്റ് നഗരൂരാണ് സ്ഥലം. നഗരൂർ തേക്കൻകാട് എന്ന് പറയും. പ്രേമനം ചെയ്തു നോക്കാം. അപ്പോഴേ ഇവിടുത്തെ ബോർഡ് പട്ടിയുണ്ട് കടിക്കുമെന്നുള്ളതാണ്. ആ ബോർഡിന് മാറ്റിയിട്ട് മുണ്ട പറിക്കുന്ന കുട്ടിയുണ്ട് എന്നുള്ള ബോർഡ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് എന്നാ പിന്നെ പ്രവാസിയായിട്ട് എത്ര വർഷമായി? പ്രവാസിയായിട്ട് 12 കൊല്ലമായി. 12 വർഷമായി. അതെ. ഇവിടെ എന്താ ചെയ്യണേ? ഇവിടെ ഞാൻ കാർപ്പൻറ്റർ വർക്കാണ്. അതെ, കാർപ്പൻറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആശറേ വില്ലി ആ സെതുക്ക കുത്തി വളർത്തക്കളെ പന്തി. പിള്ളേർ കടി കാണിച്ചെന്ന് പറയണ ശരിയാണ്. ഈ പിള്ളേച്ചയുടെ നാടോ ഇത്? അയ്യേ. നാട്ടിൽ പോകാറില്ലേ? നാട്ടിൽ പോകാറുണ്ട്. വർഷം ആകുമ്പോ 1-2 വർഷമൊക്കെ ആകുമ്പോ നാട്ടിൽ പോയി ഒരു എന്താ പറയാ വിസിറ്റ് പോലെ കേരളം കാണാനായിട്ട് പോകും. തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരും. APSC അസിസ്റ്റന്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ താൻ തല്ലിന്ന് കിട്ടു. ശരിയാണോ വേഗത്തിൽ? താൻ വെറും സർക്കിളാ, വട്ട 0. അതിനകത്ത് നിന്നുള്ള കളിയൊക്കെ മതി. നാളെ കടയാടി ബേബിയും കുട്ടിയും എത്തും. പിന്നെ ആ കളി വരട്ടട മക്കളെ. ഈ അടുത്ത് ഞാൻ രാജേഷിന്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ച രാജേഷിന് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്നും പറ്റില്ല. ഇന്ദ്രജിത്തിന്റെ സൗണ്ട് ഒന്ന് പറഞ്ഞു നോക്കാം. നമ്പൂരിച്ച പ്രതിയെ ചോദ്യം ചെയ്ത് 10-20 കൊല്ലമായില്ലയോ സർവീസില്? ഇതുവரைക്കും ഒരു പ്രതിയെ ചോദ്യം ചെയ്യാനറില്ലേ? ഇങ്ങോട്ട് മാറിക്ക്. എവിടെയാടാ പണം പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? പറടാ, പറയാം. ദേ ഇതുപോലെ ചോദ്യം ചെയ്യണം, മനസ്സിലായല്ലോ? ചെല്ല്. ഇനി ഞാൻ നിന്നെ കാണുമ്പോൾ ഈ മൂക്കിന് താഴെയുള്ള മീശ ഉണ്ടല്ലോ, അതങ്ങ് വടിച്ചു വരണം. ക്ലീൻ ഷേപ്പ്. ഒരുപാടങ്ങ് ഒലത്തല്ലേ. ചെല്ല്. എന്താ പറയാ, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ ജീവിതങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോ ജോലിയുടെ ഇടയ്ക്കാണ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. അതെ. ഷേകുട്ടി കാര്യമായിട്ട് നിനക്കിന്റെ ടീംസ് വരുടെ പറ്റി പറയാൻ പ്രേമമാണ് മണ്ണാങ്കട്ടാണെന്ന് പറഞ്ഞ് നീ പഠിച്ചവിട്ടരുത്. നീ ആ പണിനെ വഞ്ചിച്ചു അല്ലടാ. ഇറങ്ങട പട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നരേന്ദ്രപ്രസാദ് ആയാലും ഭീമൻ രഘുവായിട്ടൊക്കെ വളരെയധികം നന്നായി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടേ ഇങ്ങനൊരു അവസരം തന്നതിന് ഞാൻ നന്ദി. വളരെ നന്ദി. ഞാൻ അങ്ങോട്ട് പറയണ്ടേ. അപ്പോ ഇനിയും ഒരുപാട് പ്രോഗ്രാംസുകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.